ഹലോ ഗൈസ്, ക്യൂബി ബ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മില്യനെയർ ട്രാക്ക് എന്താണെന്നും അതിൽ നിന്ന് എങ്ങനെ മാസം ഒരു നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാമെന്നും നോക്കാം. മില്യനെയർ ട്രാക്ക് ഇന്ത്യയിലെ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. അതായത് മില്യനെയർ ട്രാക്കിന്റെ ഒഫീഷ്യൽ സൈറ്റിലൂടെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഓൺലൈനായി പർച്ചേസ് ചെയ്ത് പഠിക്കാൻ കഴിയും. പൊതുവെ ഇവരുടെ കോഴ്സുകളുടെ പ്രൈസ് വരുന്നത് മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വളരെ ചീപ്പായിട്ടാണ്. ഗൂഗിളിൽ മില്യനെയർ ട്രാക്ക് എന്ന് സെർച്ച് ചെയ്ത് അവരുടെ സൈറ്റിൽ എൻ്റർ ചെയ്താൽ നമുക്ക് അവിടെ നിന്നും കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ കോഴ്സുകൾ ലൈഫ് ടൈം വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി മില്യനെയർ ട്രാക്ക് എന്ന പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്ത് എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. Let's go. മില്യനെയർ ട്രാക്ക് എന്നത് 2021 സ്റ്റാർട്ട് ചെയ്ത ഒരു ഓൺലൈൻ എഡ്യൂടെക് പ്ലാറ്റ്ഫോമാണ്. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിലൂടെയാണ് ഈ കമ്പനിയും അവരുടെ പ്രൊഡക്റ്റും മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. കമ്മീഷൻ ബേസിൽ നമ്മൾ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നതിനെയാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ 90% വരെ നമുക്ക് കമ്മീഷനായി ലഭിക്കുന്നു. ഇവിടെ നമ്മൾ വിൽക്കുന്നതും അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്നതുമായ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ കോഴ്സുകൾ തന്നെയാണ്. അതായത് നമ്മൾ ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിലൂടെ നമ്മൾ ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റ് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റ് കമ്പനിയിൽ നിന്ന് ഒരു തവണ വാങ്ങിയാൽ മതി. പിന്നീട് എത്ര തവണ വേണമെങ്കിലും എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് ഈ പ്രൊഡക്റ്റ് വിൽക്കാം. ഇന്ത്യക്കാരനായ 14 വയസ്സ് തികഞ്ഞ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ പ്രൊഡക്റ്റ് വിൽക്കാം. നേരത്തെ നമ്മൾ ഗൂഗിളിൽ മില്യനെയർ ട്രാക്ക് എന്ന് സെർച്ച് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അവിടെ നമുക്ക് കോഴ്സ് പഠിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. മറിച്ച് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിലൂടെ സെയിൽ ചെയ്യുന്ന ഒരു മെന്ററിൽ നിന്നാണ് നമ്മൾ മില്യനെയർ ട്രാക്കിന്റെ ഒരു കോഴ്സ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഈ കോഴ്സ് പഠിക്കുന്നതോടൊപ്പം വിൽക്കുവാനും സാധിക്കും. നിങ്ങൾ ആരിൽ നിന്നാണോ ഈ കമ്പനിയെ കുറിച്ചും ഈ കോഴ്സിനെ കുറിച്ചും അറിയുന്നത് അവരാണ് നിങ്ങളുടെ മെന്റർ. നിങ്ങൾ ഒരു മെന്റർ ത്രൂ അല്ല ഈ കമ്പനിയെ കുറിച്ച് കേൾക്കുന്നതെങ്കിൽ, നേരിട്ട് യൂട്യൂബിലൂടെ ഈ വീഡിയോയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 85 90 43 88 90 എന്ന ഫോൺ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഈ വീഡിയോയിൽ മില്യനെയർ ട്രാക്കിൽ നിന്ന് എങ്ങനെ പൈസ ഏൺ ചെയ്യാമെന്നതിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക. ഇനി അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിലൂടെ എങ്ങനെ പൈസ സമ്പാദിക്കാമെന്ന് നോക്കാം. ഇതിനായി നമ്മൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ആദ്യം കമ്പനിയിൽ നിന്ന് വാങ്ങണം. ഒരു തവണ നാം കമ്പനിയിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെ പിന്നെ ഈ പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റായി എത്ര പേർക്ക് വേണമെങ്കിലും വിൽക്കാം. ഒരാൾക്ക് വിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് മുടക്കിയ മുതൽ മുടക്ക് നമുക്ക് തിരിച്ചു കിട്ടുന്നു. നമ്മൾ വാങ്ങി വിൽക്കുന്ന ഈ കോഴ്സുകൾ നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്നത് ഓരോ പാക്കേജുകളായിട്ടാണ്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട പാക്കേജ് സെലക്ട് ചെയ്ത് അത് വാങ്ങി വിൽക്കാവുന്നതാണ്. ഇനി ആ പാക്കേജുകളിലേക്കും അവയുടെ പ്രൈസിങ്ങിലേക്കും കിടക്കാം. ആദ്യത്തെ പാക്കേജ് പേഴ്സണൽ ബ്രാൻഡിംഗ്. ഈ കോഴ്സ് നമ്മുടെ മെന്ററിൽ നിന്ന് നാം വാങ്ങുമ്പോൾ നമ്മൾ മുടക്കുന്ന തുക 599 രൂപ. അതോടെ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന പാക്കേജിൽ വരുന്ന കോഴ്സ് നമുക്ക് പഠിക്കാൻ സാധിക്കും. കൂടെ ഈ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന പാക്കേജ് നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും വിൽക്കുവാനും സാധിക്കും. ഏതൊരു പാക്കേജും നാം നമ്മുടെ മെന്ററിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ആ കോഴ്സിലേക്ക് ആ പാക്കേജിലേക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും തന്നെ ആക്സസ് ലഭിക്കും. അതായത് മില്യനെയർ ട്രാക്ക് എന്ന കമ്പനിയുടെ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിന്റെ ഒരു ID ലഭിക്കും. നമ്മൾ വാങ്ങി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പാക്കേജിന്റെ പ്രൈസ് നമ്മൾ നമ്മുടെ മെന്ററിന് അയച്ചു കൊടുക്കുമ്പോൾ അവരാണ് നമ്മുടെ Gmail ഉപയോഗിച്ച് നമുക്ക് ഒരു ID ക്രിയേറ്റ് ചെയ്തു തരുന്നത്. മെന്റർ ID ക്രിയേറ്റ് ചെയ്തു തന്നാൽ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ലഭിക്കും. ഈ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് ആ പാക്കേജിലുള്ള കോഴ്സുകൾ പഠിക്കുകയും ആ പാക്കേജ് വിൽക്കുകയും ചെയ്യാം.
ആദ്യത്തെ പാക്കേജായ പേഴ്സണൽ ബ്രാൻഡിംഗ് വാങ്ങുമ്പോൾ നാം കൊടുക്കേണ്ടത് 599 രൂപ. എന്നാൽ നമ്മളിൽ നിന്ന് ആരെങ്കിലും ഈ കോഴ്സ് വാങ്ങുമ്പോൾ നമുക്ക് കമ്മീഷനായി ലഭിക്കുന്നത് 450 രൂപ. നമ്മളിൽ നിന്ന് ഈ കോഴ്സ് വാങ്ങുമ്പോൾ വാങ്ങുന്ന വ്യക്തി നമുക്ക് 599 രൂപ അയച്ചു തരും. ആ തുക നമ്മൾ നമ്മുടെ സൈറ്റിലൂടെ കമ്പനിക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ കമ്പനി നമുക്ക് 450 രൂപ കമ്മീഷൻ നൽകും. ഈ കമ്മീഷൻ ഓൺ ദ സ്പോട്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ കാണാം. ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഐഡിയിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം അഫിലിയേറ്റഡ് പാനൽ എന്നത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഡാഷ്ബോർഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡിൽ വരുന്ന നമ്മുടെ കമ്മീഷൻ ഓരോ ആഴ്ചകളിലും നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആകും. ഐഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നാം നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഈ പണം ക്രെഡിറ്റ് ആകുക. ഇനി എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക എന്ന് നോക്കാം. അതിനായി ഈ മഞ്ഞ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അഫിലിയേറ്റഡ് പാനലിൽ KYC എന്നത് ക്ലിക്ക് ചെയ്യുക. അവിടെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കും. ഇനി അടുത്ത പാക്കേജാണ് സോഫ്റ്റ് സ്കിൽ മാസ്റ്ററിംഗ്. അത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 1299 രൂപയും ഒരു സെയിലിൽ നമ്മുടെ കമ്മീഷൻ 1000 രൂപയുമാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി പർച്ചേസ് ചെയ്യുമ്പോൾ 2359 രൂപയും ഒറ്റ സെയിലിൽ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ 1550 രൂപയുമാണ്. ഓൺലൈൻ മാർക്കറ്റിംഗ് മാസ്റ്ററി പർച്ചേസ് ചെയ്യുമ്പോൾ 4130ഉം ഒറ്റ സെയിലിൽ നമ്മുടെ കമ്മീഷൻ 3300ഉം. ഫൈനാൻസ് മാസ്റ്ററിയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ 8200ഉം ഒറ്റ സെയിലിൽ നമ്മുടെ കമ്മീഷൻ 4500 രൂപ. ഡാറ്റ സയൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ 11800 രൂപയും ഒറ്റ സെയിലിൽ നമ്മുടെ കമ്മീഷൻ 9500 രൂപയുമാണ്. പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന പാക്കേജ് പർച്ചേസ് ചെയ്ത വ്യക്തിക്ക് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന പാക്കേജ് മാത്രമേ സെല്ല് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സ് പഠിക്കാനും കഴിയും. എന്നാൽ സോഫ്റ്റ് സ്കിൽ മാസ്റ്ററി പർച്ചേസ് ചെയ്ത വ്യക്തിക്ക് സോഫ്റ്റ് സ്കിൽ മാസ്റ്ററിയും പേഴ്സണൽ ബ്രാൻഡിങ്ങും സെല്ല് ചെയ്യാൻ കഴിയും. അവ രണ്ടിലും വരുന്ന കോഴ്സുകളും പഠിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് സോഫ്റ്റ് സ്കിൽ മാസ്റ്ററിയും പേഴ്സണൽ ബ്രാൻഡിങ്ങും സെല്ല് ചെയ്യുകയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. ഓൺലൈൻ മാർക്കറ്റിംഗ് മാസ്റ്ററി പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് മാസ്റ്ററിയും അതിന്റെ താഴെയുള്ള 3 കോഴ്സും 3 പാക്കേജും പഠിക്കുകയും സെല്ല് ചെയ്യുകയും ചെയ്യാം. ഫൈനാൻസ് മാസ്റ്ററി പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് അതിന്റെ താഴെയുള്ള 5 പാക്കേജും പഠിക്കുകയും സെല്ല് ചെയ്യുകയും ചെയ്യാം. ഡാറ്റ സയൻസ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് എല്ലാ കോഴ്സുകളും പഠിക്കുകയും സെല്ല് ചെയ്യുകയും ചെയ്യാം. ഇനി ഈ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്താലുള്ള ഗുണങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഈ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടെ ഒരു സംരംഭകനാകാനാണ് നമുക്ക് അവസരം ലഭിക്കുന്നത്. അതായത് ഏറ്റവും വലിയ മാർക്കറ്റായ ഇന്ത്യ എന്ന മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ലഭിച്ചിരിക്കുകയാണ് ഇവിടെ. നേരത്തെ സൂചിപ്പിച്ച പോലെ അതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് കൂടിയാകുമ്പോൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റി 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ വിൽക്കേണ്ട പ്രൊഡക്റ്റ് നമുക്ക് ഒരു തവണ മാത്രം വാങ്ങിയാൽ മതി. അത് എത്ര തവണ വേണമെങ്കിലും വിൽക്കാം. സാധാരണ ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ പ്രൊഡക്റ്റ് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യേണ്ടി വരുന്നു. പക്ഷേ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആകുമ്പോൾ ആ പ്രശ്നം ഉദിക്കുന്നില്ല. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മെ ട്രെയിൻ ചെയ്യാനും നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് പഠിപ്പിച്ചു തരാനും ഇവിടെ ഒരു മെന്റർ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരു മെന്റർ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ 8590438890 എന്ന എൻ്റെ ഫോൺ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളെ സഹായിക്കാം. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഏണിങ്സിനും സെയിൽസിനും പരിധിയില്ല. നമുക്ക് ഇന്ത്യയിലുള്ള എത്ര ആളുകൾക്ക് വേണമെങ്കിലും നമുക്ക് ഈ പ്രൊഡക്റ്റ് വിൽക്കാം. നാലാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിലും ഇല്ലാത്ത വിധത്തിൽ 90%-ലധികം കമ്മീഷനാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഒറ്റ സെയിലിൽ തന്നെ നമ്മൾ ഇറക്കിയ മുതൽ മുടക്ക് തിരിച്ചു ലഭിക്കുകയും രണ്ടാമത്തെ സെയിൽ മുതൽ നമുക്കെല്ലാം ലാഭമാവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ കമ്പനിയുടെ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റിയിൽ ഉള്ളത്. അഞ്ചാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ കമ്മീഷൻ നമുക്ക് ലഭിക്കുന്നത് വീക്കിലി ആയിട്ടാണ്. ഓരോ ആഴ്ചയും നമ്മുടെ പേ ഔട്ട് നമ്മുടെ ബാങ്കിൽ ക്രെഡിറ്റ് ആകും. ഇനി ഓരോ പാക്കേജിന്റെയും കീഴിലുള്ള കോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ അണ്ടറിൽ വരുന്നത് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗും ക്യാൻവയുമാണ്.
സോഫ്റ്റ് സ്കിൽസ് മാസ്റ്ററിയുടെ അണ്ടറിൽ ഇൻസ്റ്റാ റീൽ മാർക്കറ്റിംഗും അഡോബി പ്രീമിയം പ്രോ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഫോട്ടോഷോപ്പ്, ഇന്റർവ്യൂ സ്കിൽസ് എന്നീ കോഴ്സുകൾ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററിയുടെ അണ്ടറിൽ 15 മണിക്കൂറുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഓൺലൈൻ മാർക്കറ്റിംഗ് മാസ്റ്ററി എന്ന പാക്കേജിൽ ഗൂഗിൾ ആഡ്സ്, FB ആഡ്സ്, മൈക്രോസോഫ്റ്റ് ആഡ്സ്, ലിങ്ക്ഡ്ഇൻ മാസ്റ്ററി, യൂട്യൂബ് മാർക്കറ്റിംഗ്, വീഡിയോ മാർക്കറ്റിംഗ് ആൻഡ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഫൈനാൻസ് മാർക്കറ്റിംഗിന്റെ അണ്ടറിൽ വരുന്നത് ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റും ഓപ്ഷൻ ട്രേഡിംഗും. ഡാറ്റ സയൻസിന്റെ അണ്ടറിൽ CFD, മെഷീൻ ലേണിംഗ്, ഡാറ്റ അനലിറ്റിക്സ്, പവർ BI ആൻഡ് പൈത്തൺ. ഇനി എങ്ങനെയാണ് ഈ കോഴ്സ് മറ്റുള്ളവർക്ക് വിൽക്കുക എന്ന് നോക്കാം. അതായത് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമ്മുടെ ക്ലയന്റിന് എങ്ങനെ സൈറ്റിലേക്ക് ആക്സസ് കൊടുക്കാം എന്ന് നോക്കാം. അതിനായി യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്ന വിൻഡോയിൽ മുകളിൽ കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എൻറോൾ നൗ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലയന്റിന്റെ നെയിം, ഇമെയിൽ, സിറ്റി, മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കുക. സിറ്റി കേരളയും പാസ്വേഡും ജസ്റ്റ് ഒരു പാസ്വേഡും കൊടുക്കുക. എൻ്റർ റഫറൽ കോഡ് എന്നുള്ള സ്ഥലത്ത് നമ്മുടെ റഫറൽ കോഡാണ് കൊടുക്കേണ്ടത്. അതായത് വിൽക്കുന്ന ആളുടെ റഫറൽ കോഡ്. അത് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ഇതിനായി നമ്മൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് എൻ്റർ ചെയ്തതിന് ശേഷം കാണുന്ന മഞ്ഞ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് മൈ പ്രൊഫൈലിൽ പേഴ്സണൽ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ നമ്മുടെ സ്പോൺസറുടെ ഐഡിയും താഴെ നമ്മുടെ പേരിന് താഴെ നമ്മുടെ സ്പോൺസർ ID, യൂസർ നെയിം എന്നതിൻ്റെ നേരെ കാണാം. ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് റഫറൽ കോഡിന്റെ അവിടെ പേസ്റ്റ് ചെയ്യുക. താഴെയുള്ള പാസ്ത കോഡ് സെക്യൂരിറ്റി കോഡായി എൻ്റർ ചെയ്യുക. താഴെ ഏത് കോഴ്സാണ് ക്ലയന്റിന് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ പേയ്മെന്റ് ചോദിക്കും. പേയ്മെന്റ് ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഗൂഗിൾ പേയിൽ കണക്ട് ചെയ്ത് അയച്ചു കൊടുക്കുക. പേയ്മെന്റ് സക്സസ് ആയാൽ നമ്മുടെ ക്ലയന്റ് നമ്മുടെ അണ്ടറിൽ എൻറോൾഡ് ആകും. സംശയമുള്ളവർ കമന്റിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.